എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ജൂലൈ മാസം ചിങ്ങക്കൂറിൽ വരുന്ന മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് ജൂലൈ മാസം എങ്ങനെയുണ്ടെന്നാണ് നോക്കാൻ പോകുന്നത്. ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ മാസം ദുർബലമായ ഫലങ്ങളൊക്കെ അനുഭവപ്പെടുന്നതാണ്. വ്യാഴവും ശുക്രനും ഒഴിച്ച് മിക്ക ഗ്രഹങ്ങളും അനുകൂലമായ സ്ഥാനത്തല്ല സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ അനുകൂലമായ ഫലങ്ങളുടെയൊക്കെ ഗ്രാഫ് അല്പം കുറവായിരിക്കും. ആദ്യം തൊഴിൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ജോലിയിൽ ചില തടസ്സങ്ങളൊക്കെ നേരിടേണ്ടി വന്നാലും നിങ്ങളുടെ ജോലിയൊക്കെ ക്രമേണ മുന്നോട്ട് പോകുന്നതാണ്. നിങ്ങൾ ചെയ്യുന്ന ജോലിയിലും അതുപോലെ നിങ്ങൾ ജോലി ചെയ്യുന്ന രീതിയിലുമൊക്കെ മേലുദ്യോഗസ്ഥരോ അല്ലെങ്കിൽ തൊഴിൽദാതാക്കളോ ഒക്കെ വളരെയധികം സംതൃപ്തരായിരിക്കും. ബിസിനസ്സുകാർ ഈ മാസം പുതിയ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നത് ഒഴിവാക്കുകയാണ് നല്ലത്. ഇനി സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. വളരെയധികം ചിലവുകൾ പല മേഖലകളിലും നിങ്ങൾക്ക് വന്നു ചേരാം. നിങ്ങൾ നേടുന്ന ഏതൊരു നേട്ടവും അതുപോലെ തന്നെ ചിലവഴിക്കപ്പെടുകയും ചെയ്തേക്കാം. ഈ കാലയളവിൽ പണമൊക്കെ സമ്പാദിക്കുന്നതിന് ചില ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ജൂലൈ മാസം അനുഭവപ്പെടുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ ഈ സമയത്ത് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ടുകളൊക്കെ തോന്നിയേക്കാം. നിങ്ങൾ പഠിക്കുന്ന വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് വളരെയധികം വെല്ലുവിളികൾ നിങ്ങൾ തരണം ചെയ്യേണ്ടതായി വരും. എന്നാൽ തുടർച്ചയായ പരിശ്രമമൊക്കെ നടത്തിയാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനി കുടുംബജീവിതം എങ്ങനെയുണ്ടെന്ന് നോക്കാം. കുടുംബാംഗങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള ഏതെങ്കിലും ഒരു അംഗങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും തകരാറുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ വീട്ടിൽ നിന്ന് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അത് ലഭിക്കാൻ കാലതാമസമൊക്കെ നേരിട്ടേക്കാം. ഇത് നിങ്ങൾക്ക് വൈകാരികമായ അസ്വസ്ഥതകൾക്കൊക്കെ കാരണമായും തീരുന്നതാണ്. ഈ ലവ് റിലേഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ പ്രണയബന്ധത്തിൽ ഒരു വിരസതയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ പ്രണയത്തിലുള്ള അന്തസ്സും അതുപോലെ അതിരുകളുമൊക്കെ നിലനിർത്തേണ്ടത് നിങ്ങളുടെ ഒരു ചുമതല തന്നെയാണ്. വിവാഹിതരായ വ്യക്തികൾക്ക് പങ്കാളികളിൽ ഒരാൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഈ ജൂലൈ മാസം നേരിടേണ്ടതായും വന്നേക്കാം. ഇനി ആരോഗ്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ മാസം നിങ്ങളുടെ ആരോഗ്യത്തിലൊക്കെ അല്പം ശ്രദ്ധ വെക്കേണ്ടതാണ്. മാസത്തിൻ്റെ രണ്ടാം പകുതിയൊക്കെ ആകുമ്പോൾ കുറച്ച് കൂടുതൽ ജാഗ്രതയൊക്കെ പാലിക്കേണ്ടതാണ്. ജൂലൈ മാസം നിങ്ങൾക്ക് കൂടുതൽ ഗുണഫലങ്ങളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി ശനിയാഴ്ച തോറും ശനീശ്വരന് നീരാഞ്ജനം വഴിപാട് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ എള്ളുതിരി വഴിപാട് കഴിക്കുന്നതും ഗുണം ചെയ്യുന്നതാണ്. അതുപോലെ നവഗ്രഹ പ്രതിഷ്ഠയൊക്കെയുള്ള ക്ഷേത്രത്തിൽ നവഗ്രഹ പൂജയൊക്കെ നടത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.